അപ്പോൾ ദുബൈയിലെ സ്കൂളിൽ എനിക്ക് എങ്ങനെ ടീച്ചിങ് ജോബ് സെറ്റായി എന്നതിനെക്കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. യെസ്, ദിസ് ഇസ് ദ റൈറ്റ് ടൈം ടു ഷെയർ ഹൗ ഐ ഗോട്ട് എ ടീച്ചിങ് ജോബ് ഇൻ ദുബൈ. ഞാൻ കുറച്ചൊന്നുമല്ല, കുറേയധികം കഷ്ടപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് വലിയ ഐഡിയാസ് ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അപ്പോൾ ദുബൈയിലൊരു ടീച്ചിങ് ജോബ് സെർച്ച് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ഐഡിയാസ് ഒന്നും ഇല്ലാണ്ടിരിക്കാൻ പാടില്ല. അതുകൊണ്ടും കൂടെയാണ് ഇത് പറഞ്ഞിരുന്നത്. എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് എനിക്ക് ഒരുപാട് മെയിൽ ഐ ഡീസ് തന്നിട്ടുണ്ടായിരുന്നു സ്കൂളുകളുടെ. അങ്ങനെ ആ മെയിൽ ഐ ഡീസിലൊക്കെ ഞാൻ മെയിൽ ചെയ്തു. പക്ഷേ എനിക്ക് അതിൽ നിന്നും കോൾ വന്നില്ല. അവസാനം ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെബ്സൈറ്റ് വഴി പല സ്കൂളിലേക്ക് മെയിൽ ചെയ്തു. അങ്ങനെ കുറേയധികം സ്കൂളിലേക്ക് മെയിൽ ചെയ്തതിന് ശേഷം ഒരു 5-6 സ്കൂളിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂ കോൾസ് വന്നു. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് ഞാൻ എൻ്റെ ബയോഡാറ്റയും എൻ്റെ സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. പക്ഷെ അപ്പോഴും അവിടെ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത് എന്നുള്ള രീതികളെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. സാധാരണ 5, 6, 7 ഇതിലേതെങ്കിലും ഒരു ടോപ്പിക്കാണ് നമുക്ക് അവർ ക്ലാസ് എടുക്കാനായിട്ട് തരിക. അങ്ങനെ അവർ എനിക്ക് ടോപ്പിക് തന്നു, 1 hour ടൈം തന്നു. ഇതിനിടയിൽ പ്രിപ്പയർ ആവാനും PPT ക്രിയേറ്റ് ചെയ്യാനും പറഞ്ഞു. PPT ക്രിയേറ്റ് ചെയ്യാൻ ഐ ഡോണ്ട് ഹാവ് ലാപ്ടോപ്പ്. എനിക്ക് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ട് എന്നല്ലാതെ നല്ല വലുതായിട്ടൊന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ പുറത്തെ കൺട്രീസിൽ നമുക്കൊരു ടീച്ചിങ് ജോബിന് അവർ സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് മസ്റ്റായിട്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ ഡിജിറ്റൽ ക്ലാസ് റൂമിൽ കയറിയിട്ട് ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ വെച്ചിട്ടാണല്ലോ ക്ലാസ് എടുക്കുക. അപ്പോൾ ലാപ്ടോപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ആ ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല. അങ്ങനെ എൻ്റെ അടുത്ത ഇൻ്റർവ്യൂ വന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ലാപ്ടോപ്പും പിന്നെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ നല്ല രീതിക്ക് പഠിച്ച് ഞാൻ സെറ്റായി. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇംഗ്ലീഷിൽ പിന്നെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഉള്ളതുകൊണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്ന. പക്ഷേ ഡെമോ ക്ലാസ്സിന് വേണ്ടി ക്ലാസ്സിൽ കയറിയതോടുകൂടി എൻ്റെ എല്ലാ കോൺഫിഡൻസും പോയി. പിന്നെ ഞാൻ എന്താ ഈ പറയുന്നത് എനിക്കും അറിയാൻ പാടില്ല, കുട്ടികൾ എന്താ കേൾക്കുന്നതെന്ന് കുട്ടികൾക്കും അറിയാൻ പാടുന്നില്ല. അങ്ങനെയുള്ളൊരവസ്ഥ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ദെൻ ഇതൊരു 3-4 ഇൻ്റർവ്യൂസിൽ ഇത് ഞാനിങ്ങനെ ആവർത്തിച്ചു. അങ്ങനെ എനിക്ക് അതിൽ നിന്നും ഞാൻ പഠിച്ചെടുത്തു എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡെമോ ക്ലാസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി. അങ്ങനെ എനിക്കൊരു കോൺഫിഡൻസ് വന്നു തുടങ്ങി. എത്ര കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഫ്ലുവൻ്റ് ആണെന്ന് പറഞ്ഞവരും ചില സമയത്ത് നമ്മളവിടെ ക്ലാസ്സിലെത്തുമ്പോൾ നമുക്ക് പറയാൻ വേണ്ടി കിട്ടില്ല. അപ്പോൾ അത്രയും ഫ്ലുവൻ്റ് ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് ഇംഗ്ലീഷ് സ്പീച്ചസ് കേൾക്കുന്നത്. ഞാൻ ഒട്ടും അതിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും ഫുൾ ടൈം ഞാൻ ഈ സ്പീച്ച് വെച്ചിരിക്കാൻ വേണ്ടി തുടങ്ങി. അതെനിക്ക് ഒരുപാട് വർക്കായിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്കറിയാൻ പാടില്ല. ആരുടെയൊക്കെ സ്പീച്ചാണ് ഞാൻ കേട്ടോണ്ടിരുന്നത് എന്നറിയണമെങ്കിൽ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ആരുതാന്നുള്ളത് DM ആയിട്ട് സെൻഡ് ചെയ്ത് തരാം. അങ്ങനെ എനിക്ക് നല്ല കോൺഫിഡൻസ് കിട്ടി. അതിനുശേഷം 1 of the top സ്കൂൾ ഇൻ UAE എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അതിൽ തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. മാത്രമല്ല നമുക്ക് നമ്മുടെ കഴിവിലും പടച്ചറബിലും പൂർണ്ണമായൊരു വിശ്വാസവും പിന്നെ കൂടെ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ എൻ്റെ ഡെമോ ക്ലാസ് ഒക്കെ ചെറിയ സ്കൂളുകളിലായിരുന്നു. പക്ഷേ എൻ്റെ പ്ലേസ്മെൻറ്റ് ഏറ്റവും ടോപ്പ് സ്കൂളിലായിരുന്നു. അപ്പോൾ ഇതുപോലെ ജോബ് സെർച്ച് ചെയ്യുന്ന ആർക്കെങ്കിലുമൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ എൻ്റെ ഏർണിങ്സിനെ കുറിച്ച് ഞാൻ പറയാം.